പാഠങ്ങൾ, അങ്ങനെ ക്രമമായി ചിത്തശുദ്ധികരങ്ങളായ കർമ്മങ്ങൾ അങ്ങനെ അനുക്രമമായി ഉയർന്ന് വേദാന്തത്തിൻ്റെ മഹാസൗധത്തിലേക്ക് ഉയരാം. അതിന് താഴ്ത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. കൊഴിഞ്ഞു പോക്കിൽ പലരും പറഞ്ഞിട്ടുള്ളത്, പലരും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. തീർച്ചയായിട്ടും ശരിയാണ്. പ്രാഥമിക തലത്തിലുള്ള എല്ലാം സമൂഹത്തിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കണം. അതിനാണ് സ്തോത്രങ്ങളും കീർത്തനങ്ങളും ഒക്കെ ആചാര്യന്മാർ നമുക്ക് സുലളിതങ്ങളായി തന്നത്. ഒരു പക്ഷേ നമ്മുടെ കാൽക്കീഴിലേക്ക് തന്നിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞ വെറുതെ അല്ല, അതങ്ങ് നടന്നാൽ മതി, അത്രയ്ക്കുണ്ട്. പക്ഷെ ഉള്ളത് ഉപയോഗിക്കണ്ടേ? ചിന്തിക്കുക. ക്രിസ്തുമതത്തിൻ്റെ തനതായ ഭാഷ ഹീബ്രു, ലാറ്റിൻ എന്നിവയാണെങ്കിലും പ്രസ്തുത മതം ഇപ്പോൾ ഏത് ഭാഷയും ഉൾക്കൊണ്ട് ആയതിൽ പ്രാർത്ഥനയും ഗാനങ്ങളും രൂപപ്പെടുത്തി നമ്മുടെ ഇടയിലെ അക്ഷരാഭ്യാസമില്ലാത്തവരെ പോലും സ്വാധീനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പറഞ്ഞത് ശരിയാണ്. അതുപോലെ ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. മലയാളത്തിൽ എത്ര സുന്ദരങ്ങളായ കീർത്തനങ്ങളുണ്ട്, ജ്ഞാനപ്പാനയെപ്പോലെ സുലളിതമായത് വേറെ എന്താ ഉള്ളത്? ഇനി അവിടെ നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അച്ഛാ അതുകൊണ്ട് മോളെ അതുവരെ ഇല്ലേ? അയ്യപ്പൻ്റെ ഫോൺ നമ്പർ എത്രയാണ്? എങ്ങനെയാണ് അച്ഛാ അവിടെ സന്നിധാനം ഉണ്ടായത്? ഇങ്ങനെയാണ് മോളെ. ചക്കുളത്ത് കാവിലമ്മേൻ്റെ ഇമെയിൽ ID എത്രയാണ്? ഇന്നതാണ് മോളെ എന്നൊക്കെ പറയുന്ന തരം വരേണ്ട. ഇതിൽ പരം നീ അങ്ങോട്ട് പോവാനാ? ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ഇവിടെ ഇല്ലാത്ത കുഴപ്പമല്ല. ഇത് ഉള്ളതിനെ കണ്ടറിഞ്ഞ് മക്കൾക്ക് ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കേണ്ടത് അമ്മയുടെ അച്ഛൻ്റെ കർത്തവ്യമാണ്. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇവിടെ തന്നെ നോക്കൂ, ഈ എറണാകുളത്തിലെ വിഷയം തന്നെയാണ് പറഞ്ഞത്. കുറച്ച് ദിവസം ഇവിടെ താമസിക്കുമ്പോൾ പഠിക്കുമല്ലോ നമ്മൾ കുറേ വിഷയങ്ങൾ. അപ്പം ഇന്ന് ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടുന്ന് അറിയാൻ കഴിഞ്ഞു, സ്വാമി ഈ ചൊവ്വാഴ്ച പള്ളി എന്നൊരു പള്ളിയുണ്ട്. അതെന്താ ചൊവ്വാഴ്ച? ഞായറാഴ്ചയാണല്ലോ അവർക്ക് വിശേഷം. അത് അവർക്ക്, ഇതിവിടെ ചൊവ്വാഴ്ചയാണ്. അതെന്താ? അവിടെ 21 പ്രാവശ്യം പോയി പ്രാർത്ഥിച്ചാൽ കല്യാണം നടക്കും. ഉറപ്പല്ലേ? 21 പ്രാവശ്യം ഒന്നിച്ചിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ഒരു കല്യാണത്തിനുള്ള അഭിവാഞ്ചൊക്കെ ഉണ്ടാവില്ലേ? അതിനിപ്പോൾ എന്താ കുഴപ്പം? 21 വേണ്ടല്ലോ, 3 പ്രാവശ്യം മതിയല്ലോ തിരുമാന്താംകുന്നിൽ. വേറെ 3 പ്രാവശ്യം തിരുമാന്താംകുന്നിൽ നിങ്ങൾ പോയിട്ട് ഉമാമഹേശ്വര പൂജ ചെയ്യൂ. ശ്രദ്ധയോടുകൂടി അമ്മയോട് പ്രാർത്ഥിക്കൂ, അമ്മേ എൻ്റെ കല്യാണം കഴിച്ചു തരണേന്ന് പ്രാർത്ഥിക്കൂ. ഇത് 21 പോണ്ടേ? 21 ആഴ്ച കഴിയണ്ടേ? മറ്റേ 3 മതി. ഒന്ന് പൊയ്ക്കോ. ഇത് അടുക്കളയിൽ എന്താ ഉണ്ടാക്കി വെച്ചത് നോക്കാണ്ട് മെല്ലെ അപ്പുറത്ത് പോയിട്ട് അടുക്കളയിൽ പരതി നോക്കുക. അവനവൻ്റെ അടുക്കളയിലുള്ളത് നോക്കി ഇവിടെ ഒന്നും ഇല്ലയെന്ന് കണ്ടിട്ട് പോരേ പോവുക. ചിന്തിക്കുക. അപ്പോൾ അഭിലാഷങ്ങളെ പൂർത്തിയാക്കി തരുന്നു. അതിന് ഇത്ര പ്രാവശ്യം ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഉടനെ അതിൽ പോയി വീഴുകയായി. അതിനെന്തൊക്കെ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്, എന്തെല്ലാം. ഡോക്ടറെ അടുത്ത് രോഗമായിട്ട് പോയി. ഡോക്ടർ ഇപ്പോൾ ഇയാൾക്ക് കലശലായിട്ടുള്ള പനിയുണ്ട്, വിറയുണ്ട്, ഒക്കെ ഉണ്ട്. ഡോക്ടർ മരുന്ന് കുറിച്ച് കൊടുത്തു. നല്ല പനിയുണ്ടല്ലോ, നിങ്ങൾ നാളെ വരൂട്ടോ, അത് കഴിച്ചിട്ട് സുഖാവും, പോയിട്ട് വരൂ. നല്ലോണം ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. കൊടുത്തു. വെളുത്ത പൊടി ചേർത്ത ഗുളികയാണ്, ചിലപ്പോൾ വൈറ്റമിൻ ഗുളികയായിരിക്കും. പിറ്റേന്ന് വന്നു, അയ്യോ പനി മാറിയിട്ടില്ലല്ലോ, എന്താ അത് നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചില്ലേ? എന്നാൽ ഈ മരുന്ന് ഒന്നുകൂടി കൊണ്ടുപോയിക്കോളൂ കേട്ടോ. നല്ലോണം ഭഗവാനെ വിളിക്കണേ, യേശുവിനെ തന്നെ പ്രാർത്ഥിക്കണം നല്ലോണം. അപ്പോൾ ഇന്നലെ ഞാൻ ഭഗവതിനെ മുഴുവൻ വിളിച്ചിട്ട് എനിക്ക് പനി മാറിയില്ലല്ലോ, അപ്പോൾ ഇന്ന് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയായി. ഇത് ഇന്നാ പാരസെറ്റമോൾ കഴിക്കണത്, ഇന്നലെ കഴിച്ചത് വൈറ്റമിൻ ഗുളികയാണ്. ഇതെവനറിയോ പാവത്തിന്? അത്യുത്കൃഷ്ടമായ വൈദ്യവൃത്തി പോലും ദുരുപയോഗം ചെയ്യുന്നവർ. കൂട്ടമായി ധ്യാന കേന്ദ്രത്തിൽ ഒത്തുകൂടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ധ്യാന കേന്ദ്രമാണ്, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുവിൻ, ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾക്ക് പ്രത്യക്ഷമാകും.
പ്രാർത്ഥിച്ചും പ്രത്യക്ഷമാവണില്ലല്ലോ. നിങ്ങൾ പോരാ, നിങ്ങൾക്ക് ശ്രദ്ധ പോരാ, ശ്രദ്ധയില്ലാത്ത ആരൊക്കെയോ ഇതിലുണ്ട്. പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ ചിലർക്കൊക്കെ ശ്രദ്ധക്കുറവുണ്ട്. എനിക്ക് ശ്രദ്ധക്കുറവുള്ളതുകൊണ്ടായിരിക്കുന്ന ഭഗവാൻ പ്രത്യക്ഷമാവാത്തത്. അവർ ഉള്ളു തുറന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് അതാ ഭഗവാൻ വന്നു. അത് ലേസർ ടെക്നിക്കാണ്, വേറൊന്നുമല്ല. പല ഭാഗങ്ങളിൽ നിന്നുള്ളതായ ലേസർ കിരണങ്ങളുടെ ഏകീകരണം കൊണ്ട് അന്തരീക്ഷത്തിൽ ഭഗവാന്റെ രൂപം ഉണ്ടായി, ക്രൂശിതനായി നിൽക്കുന്ന രൂപം. അതോടുകൂടി പ്രത്യേക റെയിൽവേ സ്റ്റേഷൻ അടക്കം അനുവദിച്ചു. എക്സ്പ്രസ് ട്രെയിൻ ഒരു സ്റ്റോപ്പിൽ നിർത്തിയാൽ ഇത്ര സ്റ്റോപ്പ് കഴിഞ്ഞിട്ടേ വേറെ നിർത്താൻ പാടുള്ളൂ, ഇത്ര കിലോമീറ്റർ കഴിഞ്ഞിട്ടേ വേറെ നിർത്താൻ പാടുള്ളൂ എന്ന നയങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് എക്സ്പ്രസ് ട്രെയിൻ നിർത്തുന്നു. ചാലക്കുടി സ്റ്റേഷൻ കഴിഞ്ഞ ഒട്ടനെ ഡിവൈൻ. ഈ ജാതി തട്ടിപ്പും വെട്ടിപ്പും ചെയ്യുന്നവരെ കൊണ്ടാണ് ഭഗവാൻ യേശുക്രിസ്തു പറഞ്ഞത്, ഫാദർ ഫർഗീവ് ദം, ഫോർ ദേ നോ നോട്ട് വാട്ട് ദേ ഡു. ആ മഹാനെ ഓർമ്മിക്കുക. ശ്രദ്ധിക്കുക. ഈ തന്ത്രങ്ങളെ മുഴുവൻ മനസ്സിലാക്കിയ വിവേകാനന്ദ സ്വാമികൾ അമേരിക്കയിൽ ബോസ്റ്റണിൽ പ്രസ്ബിറ്റേറിയൻ ചർച്ചിൻ്റെ ഉള്ളിൽ നിന്ന് പ്രസംഗിച്ചു. ഐ അഡോർ ക്രൈസ്റ്റ്, ഐ അഡ്മയർ ക്രൈസ്റ്റ്, ഐ വേർഷിപ്പ് ക്രൈസ്റ്റ്, അറ്റ് ദി സെയിം ടൈം ഐ പൂ ഓൺ ക്രിസ്ത്യാനിറ്റി. എന്താ ധൈര്യം! ഇവിടുന്നല്ല പ്രസംഗിച്ച. അന്ന് ഐക്യരാഷ്ട്ര സംഘടനയൊന്നും ഇല്ല, ലീഗ് ഓഫ് നേഷൻസും ഇല്ല. പിന്നെയല്ലേ അതൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പാണ്. അമേരിക്കയിൽ പ്രസ്ബിറ്റേറിയൻ പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് ബോസ്റ്റണിൽ വെച്ച് ഐ അഡോർ ക്രൈസ്റ്റ്, ഐ അഡ്മയർ ക്രൈസ്റ്റ്, ഐ വേർഷിപ്പ് ക്രൈസ്റ്റ്, അറ്റ് ദി സെയിം ടൈം ഐ പൂ ഓൺ ക്രിസ്ത്യാനിറ്റി എന്ന്. ചിന്തിക്കുക. കാരണം ക്രിസ്തുവിൻ്റെ മഹനീയമായ ദർശനം, ത്യാഗം, ജ്ഞാനം അതെവിടെ? ലോകത്തിൽ മുഴുവൻ അജ്ഞാനത്തെ ചൂഷണം ചെയ്തുകൊണ്ട് മതപരിവർത്തനം ചെയ്യാനുള്ള പരിശ്രമങ്ങൾ എവിടെ? രണ്ടും രണ്ടാണ്. ഈ അവസ്ഥയിലാണ് ഇന്ന് ഒരു സംശയമില്ല ഹിന്ദുധർമ്മത്തിൽ തന്നെയുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ പോകുന്നത്. ഉദാത്തങ്ങളായ ആശയങ്ങളെ പറയുകയും അതിനീചമായ രീതിയിൽ ചൂഷണ പ്രവർത്തനങ്ങൾ ചെയ്യുകയും. ഇത് ക്രിസ്ത്യാനിറ്റിക്കുള്ള ദോഷമല്ല. ഈ ദോഷം എല്ലാവർക്കും വരും. ഏതും ഒരു ഓർഗനൈസേഷനായി രൂപപ്പെടുമ്പോഴത്തേക്ക് ആർക്കും വരും ഈ ദോഷം. ഇത് ഇവിടെ പ്രസംഗിച്ചു ചിദാനന്ദപുരസ്വാമി. ചിദാനന്ദപുരസ്വാമി ഒരു ഓർഗനൈസേഷൻ്റെ വക്താവായി കഴിഞ്ഞാൽ ചിദാനന്ദപുരസ്വാമിക്കും ഇത് തന്നെ വരും, സംശയമൊന്നുമില്ല. ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പിൻ്റെ ദോഷമാണത്, ആർക്കും വരും. അതുകൊണ്ട് കരുതിയിരിക്കുക. അതുകൊണ്ട് ഇവിടെയുള്ളതിനെ അറിയിക്കുക, അതാണ് കർത്തവ്യം. 21 പ്രാവശ്യം ഒന്നും വേണ്ട, 3 പ്രാവശ്യം മതി പറയുക. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ അതിന് ഇഫക്റ്റ് ഉണ്ട്. നമ്മളിവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആശ്രമത്തിൻ്റെ അടുത്ത് ഒരു കുടുംബം, ആ കുടുംബത്തിൽ എല്ലാവർക്കും മസ്കുലർ അട്രോഫി എന്നുള്ള രോഗമാണ്. ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു എന്നാ ഓർമ്മ. അവരെ വാർത്ത പത്രത്തിൽ വന്നപ്പോഴത്തേക്ക് അതാ കത്തുകൾ. മറുപടി അയച്ചത് നമ്മളാ. ഇതാ ഇവിടെ ആശ്രമത്തിൽ ധ്യാനമുണ്ട്, ജപമുണ്ട്, വരുമെന്ന്. ഒരുത്തരും പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ ചെയ്യൂ. ഇത് അജ്ഞാനത്തെ ചൂഷണം ചെയ്യുന്ന പരിധി എവിടം വരെ എത്തും? ഏതൊരു ധ്യേയത്തിൽ ശ്രദ്ധയോടുകൂടി പൂജിച്ചാലും അതിന് ഫലം ഉണ്ടാവും. അത് കലൂര് പൂജിച്ചാലും ഉണ്ടാവും, എറണാകുളത്തപ്പനെ പൂജിച്ചാലും ഉണ്ടാവും, ആരെ ശ്രദ്ധയോടുകൂടി പൂജിച്ചാലും. അതുകൊണ്ട് എറണാകുളത്തപ്പൻ്റെ അടുത്ത് പോയിട്ട് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കൂ, നാമം ജപിക്കൂ, ശ്രദ്ധയോടുകൂടി, അചഞ്ചലമായ ശ്രദ്ധയോടുകൂടി ഇവിടെ ഭജനം ചെയ്യൂ. 21 പ്രാവശ്യം വേണ്ട, അചഞ്ചലമായ ശ്രദ്ധയോടുകൂടി ഒറ്റ പ്രാവശ്യം ഭജനം ചെയ്യൂ. സംശയം ഉണ്ടാവരുതേ. ഇവിടെ തൊട്ടടുത്താണല്ലോ. എന്നിട്ട് ഫലം ഉണ്ടാവുന്നില്ലേ? പറയൂ, നമുക്ക് സംസാരിക്കാം. ഫലം ഉണ്ടാവും. ഫലം ഉണ്ടാവാണ്ടിരിക്കില്ല. കാരണം ശ്രദ്ധയാണ് സഫലമാകുന്നത്. ഫലം ഉണ്ടാവണില്ല വെച്ചാൽ ഉറപ്പാ ശ്രദ്ധ ഇല്ല. അത് അപ്പം അതുകൊണ്ട് ഇവിടെ പ്രശ്നം, ഇവിടെ ശാസ്ത്രങ്ങൾ ലഘൂകൃതമാവാത്തത് കൊണ്ടല്ല. ഏറ്റവും ലഘൂകൃതങ്ങളായ ശാസ്ത്രങ്ങളാണ് സനാതന ധർമ്മശാസ്ത്രങ്ങൾ.
അത് ചില വേദാന്തത്തെ താഴ്ത്തിക്കൊണ്ടുവരരുത്. വേദാന്തം അത് അതിൻ്റെ ഉയർന്ന പദവി തന്നെ ഇരിക്കണം. പ്രാഥമിക ശാസ്ത്രങ്ങളൊക്കെയുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആയതിനാൽ നമ്മുടെ പ്രാർത്ഥനകൾ കഴിവതും ഏറ്റവും താഴേക്കിടയിലുള്ള ഭക്തർക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിൽ ചിട്ടപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഉണ്ട്, ഇനി പുതുതായിട്ടൊന്നും വേണ്ട, ഉള്ളതിനെ ഉപയോഗിക്കുക. അത് അമ്മമാർ ഉണരുക, അച്ഛന്മാർ ഉണരുക, കുട്ടികളാകുമ്പോൾ തന്നെ അത് പറഞ്ഞു കൊടുക്കുക. ഓരോ ഗ്രാമത്തിലുള്ളവരും അവനവൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു 10-20 വീട്ടിലെങ്കിലും പോയിട്ട് ഇത് പറഞ്ഞു കൊടുക്കും. ഒരാഴ്ചയിൽ ഒരു ദിവസം കുട്ടികളെ വിളിച്ചിരുത്തുക. ആർക്കാ സാധിക്കാത്ത? നമ്മളെ വീടിൻ്റെ അടുത്ത് ഒരു 10-20 വീട്ടിലത്തെ കുട്ടികളെ ഒന്നിച്ചിരുത്തുക. ചെറിയ ചെറിയ കീർത്തനങ്ങൾ, ശ്ലോകങ്ങൾ ചൊല്ലിക്കൊടുക്കുക, സത്കഥകൾ പറഞ്ഞു കൊടുക്കുക, സച്ചരിതങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആർക്കാ കഴിയാത്ത? പക്ഷെ അത്ര താല്പര്യം നമുക്കുണ്ടോ എന്ന് ഉള്ളിലേക്ക് നോക്കി ചോദിക്കുക. അത്ര താല്പര്യം നമുക്കുണ്ടോ എന്നുള്ള ചോദ്യം ഓരോരുത്തരും ഉള്ളിലേക്ക് ഏറ്റെടുക്കണം. ഏറ്റെടുത്തേ മതിയാവും. വെറുതെ ജാട പറയരുത്. ഒറ്റ ദൃഷ്ടാന്തം പറഞ്ഞുതരാം. കോട്ടയം ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, അവിടെ ഓരോരത്ത് കണ്ണ് കാണാത്ത, 2 കണ്ണും കാണാത്ത ഒരാളിരുന്ന് പാട്ട് പാടുന്നു. ശബരിമലയിൽ തങ്ക സൂര്യോദയം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ, ഞാൻ പാടും ഗീതത്തോടാണോ? അയാളുടെ മുമ്പിലുള്ള തട്ടിൽ 50 പൈസ, 25 പൈസ, 50 പൈസ, 25 പൈസ വീഴുന്നു. അയാൾ പാടിക്കൊണ്ടേയിരിക്കുകയാണ്, ആരും കേൾക്കാനില്ല. പൈസ ഇട്ട ആൾക്കാരിങ്ങനെ പോവുകയാണ്. ഇത് കഥയല്ല, ഉള്ളതുള്ള പോലെ പറയുകയാണ്. ശ്രദ്ധിക്കുക, ഓരോരുത്തരും ഉള്ളു തട്ടാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. ഈ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നു. ചേട്ടാ, അല്ലാഹുവിൻ്റെ ഒരു കീർത്തനം പാടൂ. ഉടനെ ഇയാൾ പാടി, അല്ലാഹുവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാവരും യതീമുകൾ. ഇത് ഹൃദയസ്പൃക്കായ അയാൾ പാടിയപ്പോഴത്തേക്ക് മുമ്പിൽ ഈ ചെറുപ്പക്കാരൻ 100 രൂപയുടെ നോട്ടിട്ടു. ഒട്ടും താമസിച്ചില്ല, 10 മിനിറ്റ് കൊണ്ട് ഇയാളെ ചുറ്റും ഇയാളുടെ സംഗീതം ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ശ്രോതാക്കൾ വട്ടത്ത് കൂടി. എല്ലാവരും 50ൻ്റെ നോട്ട്, 100ൻ്റെ നോട്ട്, 50ൻ്റെ നോട്ട്, 100ൻ്റെ നോട്ട്. കള്ളപ്പണ സ്വാമി, തോന്നിയാസം പറയരുത്. ഹൃദയമാണത്, അവരുടെ ഹൃദയം. ഈ താത്പര്യം സനാതനധർമ്മം പറയുന്നവന് അവൻ്റെ ധർമ്മത്തോടുണ്ടോ? ചോദ്യമാണ്. ഉണ്ടെങ്കിൽ ഒരു ചൊവ്വാഴ്ച പള്ളിയിലും വിശേഷം നടക്കില്ല. പള്ളി നന്നാവണം, നല്ലോണം നടക്കണം എന്നുള്ള അഭിപ്രായമാണ് നമുക്ക്. ചൊവ്വാഴ്ചയല്ല, സൺഡേ ആണ് അവർക്ക് പറഞ്ഞത്. ഓരോ ദേശകാലത്തിനനുസരിച്ച് മാറ്റം വരുത്തി ജനങ്ങളെ വഞ്ചിക്കാനുള്ള ഇടപാട് ചെയ്യരുത്. അത് ക്രിസ്തീയ ആചാരമല്ലെന്ന് പറയണം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ളതായ ട്രിനിറ്റിയുടെ അപേക്ഷയിൽ ആരാധന നടത്തിക്കൊണ്ട് സാഫല്യത്തിലേക്ക് ഉയരുന്ന ക്രിസ്തീയമായ മാർഗത്തെ അനുവർത്തിച്ചുകൊണ്ട് അവർ പോട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓരോ സ്ഥലത്ത് ഓരോ കളറ്, അത് പറ്റില്ല. ആ തലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഓരോ കർമ്മങ്ങൾ, ഓരോ പൂജകൾ, ബൈബിളിൽ പറയാത്ത പൂജകൾ, അല്ലെങ്കിൽ ശുദ്ധമായ ഹൃദയത്തോടു കൂടി ഒരു ക്രിസ്തീയ പണ്ഡിതൻ പറയട്ടെ ഇത് ക്രിസ്ത്യൻ ആചാരമാണെന്ന്. അതുപോലെ തന്നെ ഉണ്ടത്ര എടപ്പള്ളി അടുത്ത് കോഴീനെ കൊന്നിട്ട് പൊങ്കാല മോഡലാണ് പറയുന്നത്. ആ പൊങ്കാലയായിട്ട് നടത്തിയാൽ പോരെ. ഇതിന് പോണവർ കാണും, ചിലരൊക്കെ ഇതിൽ കാണാതൊന്നും ഇരിക്കില്ല. ഇത് ക്രിസ്തീയ ആചാരമാണോ എന്ന് പറയട്ടെ. ഇതെല്ലാം ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് എവിടെയാണോ ദൗർബല്യമുള്ളത് ആ ദൗർബല്യത്തെ ചൂഷണം ചെയ്ത് മതം വളർത്താനുള്ള പദ്ധതികളാണ്. ഇത് മതത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. ശുദ്ധമായ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നുള്ള വ്യതിചലനമാണിത്. ശുദ്ധമായ ക്രിസ്ത്യനായിരിക്കണം. ഇത്തരം കാപട്യം കാണിക്കുകയല്ല വേണ്ടത്. ഹൈന്ദവ ആചാരപ്രകാരം പോകുന്നവർ ശുദ്ധമായ രീതിയിൽ പോകണം, കാപട്യം കാണിക്കുകയല്ല വേണ്ടത്. ഓരോ മതവിശ്വാസിയും ആചാരയുക്തനും അതത് രീതിയിൽ ശുദ്ധമായി പോവുകയാണ് വേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ തനിമയും ശുദ്ധിയും നിലനിൽക്കുന്നത്. അല്ലാതെ പരിവർത്തനം ഉദ്ദേശിച്ച് താന്തോന്നിത്തം ചെയ്യുന്നതല്ല. ഇത് ശ്രദ്ധിക്കുക. വളരെ ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്.
കോഴിക്കോട് സനാതന ധർമ്മ പരിഷത്ത് എന്നൊരു കൂട്ടായ്മയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പല സ്ഥലത്തും പ്രസംഗം ഉണ്ടാകുമ്പോൾ ഒരു സ്ഥലത്ത് എന്താ പറഞ്ഞു എന്ന് ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പോൾ തന്നെ പല സ്ഥലത്തോട്ട് രാവിലെ ക്ലാസ്സുകൾ, അവിടെയൊക്കെ പറയുമ്പോൾ ഇവിടെ പറഞ്ഞു അവിടെ പറഞ്ഞു എന്ന് ഓർമ്മ ഉണ്ടാവില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ സന്തോഷം, ഇല്ലെങ്കിലും സന്തോഷം. ഒരിക്കൽ കൂടി പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, കാരണം പരസ്യം കൂടിയാണ്. എന്തിനാ സ്വാമി പരസ്യം പറഞ്ഞാൽ പറയണത്? നിങ്ങളിവിടെ അതുപോലെ നടപ്പിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ്. എല്ലാ സന്യാസാശ്രമങ്ങളുടെയും ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെയും കൂട്ടായ്മയാണ് രാമകൃഷ്ണ മിഷൻ, ശാരദാമഠം, ചിന്മയ മിഷൻ, അമൃതാനന്ദമയി മഠം, രാമാനന്ദാശ്രമം, ബോധാനന്ദാശ്രമം, ദയാനന്ദാശ്രമം, അദ്വൈതാശ്രമം എല്ലാവരും ഒന്നിച്ചിട്ടുണ്ട്. അതുകൂടാതെ NSS, SNDP, അങ്ങനെ അങ്ങോട്ട് യോഗക്ഷേമ സഭ, അനേക സാമുദായിക സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, യോഗ വേദാന്തം പഠിപ്പിക്കുന്ന പ്രസ്ഥാനങ്ങൾ, അതുപോലെ RSS, വിശ്വഹിന്ദു പരിഷത്ത് തുടങ്ങിയിട്ടുള്ള ഹൈന്ദവ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എല്ലാവരും ഒന്നിച്ചു വന്നിട്ട് ഒരു കോമൺ പ്ലാറ്റ്ഫോം, അല്ലാണ്ട് സംഘടനയല്ല. പുതിയൊരു സംഘടന നമുക്ക് കൂടുതൽ ശാപമാണ്. സംഘടനയല്ലേ അല്ല, ഒരു കോമൺ പ്ലാറ്റ്ഫോം, ഒന്നിച്ചിരിക്കാനുള്ള, ഒന്നിച്ച് ചിന്തിക്കാനുള്ള, ഒന്നിച്ച് സമൂഹത്തോട് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം. അതാണ്. അതിൻ്റെ വളരെ നല്ല രീതിയിൽ സമ്മേളനങ്ങൾ കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ സെമിനാറുകൾ, പൊതുസമ്മേളനങ്ങളൊക്കെ ആയിട്ട്. കഴിഞ്ഞ വർഷമാണ് ചിന്മയ മിഷൻ ഹാളിൽ വെച്ച് സമ്മേളനം നടക്കുന്നു. സെമിനാറുകൾ നമ്മൾ പുറത്തു നിൽക്കുന്നുണ്ട്. തുടക്കം മുതൽ അതിൻ്റെ ചെയർമാനാണ് സ്വാമി ചിദാനന്ദപുരി. എന്ന് മാത്രമല്ല, 10-23 കൊല്ലമായിട്ട് നമ്മൾ എങ്ങനെയാണ് സംസാരിച്ച് സമൂഹത്തിൽ നടക്കുന്നതെന്ന് വ്യക്തമായിട്ട് നിരീക്ഷിക്കുന്നവർക്കറിയാം. അങ്ങനെയുള്ള സ്വാമി ചിദാനന്ദപുരിയുടെ അടുത്തേക്ക് 2 പേര് വന്നു, 2 ചെറുപ്പക്കാർ. സ്വാമി, ഞങ്ങൾ ദൂരേന്നേ കാണാറുള്ളൂ, ഇത്ര അടുത്ത് നിപ്പോൾ കാണുക, നമ്മൾ കുറേ കൂടി ചേർന്ന് നിന്നോളൂ. പിടിച്ച് ചേർത്ത് നിർത്തി. സ്വാമി എപ്പോഴാ ഉറങ്ങുക? ഉറക്കം വരുമ്പോൾ? ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, സ്വാമി എപ്പോഴാ ഉണരുക? ഉറക്കം തെളിയുമ്പോൾ. സ്വാമി ശുദ്ധ വെജിറ്റേറിയൻ ആണോ? ഉറപ്പില്ല. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പച്ചക്കറിയൊക്കെ ഉപയോഗിക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് നമുക്കറിയോ. പിന്നെ ചിലപ്പോൾ വല്ല രോഗങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കൂടിയേ തീരുമെന്ന് വന്നാൽ എന്തെങ്കിലും ക്യാപ്സ്യൂളൊക്കെ കഴിച്ചു എന്ന് വരും. ക്യാപ്സ്യൂളിൻ്റെ ഔട്ടർ ഷെല്ല് നോൺ വെജിറ്റേറിയനാണ്, വെജിറ്റേറിയൻ അല്ല. അതുകൊണ്ട് വെജിറ്റേറിയനാണെന്ന് പറയാൻ ധൈര്യമല്ല. സ്വാമിയുടെ അച്ഛനും അമ്മയൊക്കെ സന്യാസിമാരാ? എടേ, അച്ഛനും അമ്മയെ സന്യാസിയാണെന്ന് ഞാൻ എങ്ങനെയാണ് ഉണ്ടാവുക? ഇതന്നെയാണ് ചോദ്യോത്തരം. ഇതേ ശൈലിയാണ്. വളരെ ഞങ്ങൾ നമ്മൾ വലിയ ലോഹിയായി ഇതോടുകൂടി. ഒട്ടനെ ശ്രദ്ധിക്കുക, ഇവർ 8 പുസ്തകങ്ങൾ, അണ്ടർസ്റ്റാൻഡ് ഇസ്ലാം ദി റൈറ്റ് പാത്ത് ടു ഗോഡ്, ഹോളി ഖുറാൻ, വലിയ വലിയ കട്ടിയുള്ള 8 പുസ്തകങ്ങൾ. സ്വാമിജി ഒന്ന് വായിച്ച് പഠിക്കൂ കേട്ടോ, വളരെ സന്തോഷം. ഇത് കഥയല്ല. 10-23 കൊല്ലമായിട്ട് കേരളത്തിലുടനീളവും മറ്റനേക പ്രദേശങ്ങളിലും സനാതനധർമ്മത്തെക്കുറിച്ച് നമ്മൾ ഏത് രീതിയിലാണ് പറയുന്നതെന്നുള്ളത് നിരീക്ഷിക്കുന്നവർക്കൊക്കെ അറിയാം. അതെ, 91 ഒരുത്തൻ ചോദിച്ചിട്ടുണ്ട്, 36 ചോദ്യങ്ങൾ ചേർത്ത് ഒട്ടിച്ചൊരു കടലാസ് തന്നിട്ട് നിങ്ങൾ മഹാവർഗീയവാദിയാണല്ലോ. നമ്മൾ പറഞ്ഞു, അതിൽ തൻ്റെ ചെലവിലാണോ? തൻ്റെ ചെലവിലല്ലല്ലോ, കഴിഞ്ഞു അവിടെ, പിന്നെ പ്രശ്നമില്ല. 91 ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയുള്ള ഒരാളെടുത്ത് പ്ലസ് സനാതനധർമ്മ പരിഷത്തിൻ്റെ സമ്മേളനം നടക്കുന്നു, അതിൻ്റെ ചെയർമാൻ്റെ അടുത്ത് ഈ 2 ചെറുപ്പക്കാർ വന്ന് മതഗ്രന്ഥങ്ങളെ തന്ന് സ്നേഹപൂർവ്വം സംസാരിച്ച്, അവരോട് സ്നേഹം തോന്നുന്ന രീതിയിൽ സംസാരിച്ചിട്ട്, ഒരിക്കലും അവരോട് ദേഷ്യം തോന്നില്ല. കാരണം അത്ര തന്മയമായിട്ടും സ്നേഹമായിട്ടുമാണ് അവർ സംസാരിച്ചത്. നമ്മളതുപോലെ തന്നെ ചേർത്ത് പിടിച്ചിട്ടാണ് സംസാരിച്ചത്. ഇതൊന്ന് വായിച്ച് പഠിക്കൂ, ഇതിലുള്ള നല്ല ആശയങ്ങൾ കൂടി സ്വാമി മനസ്സിലാക്കിയിട്ട് ഒന്ന് അവതരിപ്പിക്കൂ എന്ന് പറയാനുള്ള മതത്തോടുള്ള സ്നേഹമുണ്ടല്ലോ, അത്രയില്ലെങ്കിലും അതിൻ്റെ 10-1 ഇവിടെ ഹിന്ദു എന്ന് പറഞ്ഞ് നടക്കുന്ന സാധനങ്ങൾക്ക് വന്നാൽ
പിന്നെ എവിടെയാ മതപരിവർത്തനം നടക്കുക? നടക്കുമോ? കുറ്റം ആരെടുത്ത? ചിന്തിക്കുക. 100% തെറ്റ് നമ്മളിൽ കാണുക. നമ്മൾ അടുത്തു നിൽപ്പോ ഒരനുജന നോക്കാൻ അക്ഷികളില്ലാത്തവരായിപ്പോയി. പിന്നെ എവിടെയാ നമ്മൾ നേരെയാവുക? എവിടെ നേരെയാവും? ഗൗരവമായി ചിന്തിക്കുക. ഇനിയൊരു പരിവർത്തനം വന്നാൽ മതി, ഈ ഇരിക്കണവർക്ക് പരിവർത്തനം വന്നാൽ മതി. ഇതിലൂടെ ചുരുങ്ങിയത് അതിൻ്റെ 2 ഇരട്ടിക്ക് പരിവർത്തനം വരും അടുത്ത തലമുറയാവുമ്പോൾ. അതിലൂടെ 4 ഇരട്ടിക്ക് പരിവർത്തനം വരും അതിൻ്റെ അടുത്ത തലമുറയാവുമ്പോൾ. മതി, അത്ര പതുക്കെ മതി. തയ്യാറുണ്ടോയെന്നാ ചോദ്യം. ഈ അമ്മയ്ക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കാൻ തയ്യാറുണ്ടോയെന്നാ ചോദ്യം. സന്യസിക്കാൻ പറഞ്ഞിട്ടില്ല. ഗാർഹസ്ഥ്യത്തിൽ അവനവൻ്റെ കർത്തവ്യങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ അമ്മയ്ക്ക്, ഭാരതാംബയ്ക്ക്, ഈ സനാതന ധർമ്മത്തിന്, ലോകത്തിന് മുഴുവൻ സുഖം ആശീർവദിച്ച ഈ ധർമ്മത്തിന്, അല്ലാതെ അവനെവനെ വെട്ടാനും കൊല്ലാനും പറഞ്ഞതല്ല, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് ആശീർവദിച്ച, പ്രാർത്ഥിച്ച ഈ സംസ്കൃതിക്ക് സേവ ചെയ്യാൻ തയ്യാറുണ്ടോ? സാധിക്കും, സാധിക്കാത്തവരാരുമില്ല. ഗൗരവമായിട്ട് ചിന്തിക്കുക. അല്ല നമ്മൾ വന്ന് സുഖമായിട്ടിരുന്ന് വേദാന്തവും കേട്ട് ഭാഗവതവും കേട്ട് പുരാണവും കേട്ട് ഒക്കെ തട്ടി അവിടെ തന്നെ ഒക്കെ ഇട്ട് നേരെ പോവുകയാണെങ്കിൽ എല്ലാ കാലവും നമുക്കിങ്ങനെയൊക്കെ കേൾക്കാം. സ്വാമിനെ പോലെ പറയാനും ആൾക്കാരുണ്ടാവും. എന്തായാലും നിങ്ങൾ എന്തെങ്കിലും ദക്ഷിണ തരാതിരിക്കില്ല, അതുറപ്പാണ്. അത് വാങ്ങി സുഖമായിട്ട് നമ്മൾ പോകും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പറഞ്ഞതർത്ഥം മനസ്സിലാക്കിയാൽ നല്ലത്. അതുകൊണ്ട് നമുക്ക് ഒരു ശാസ്ത്രത്തെയും താഴ്ത്തിക്കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉള്ളത് ഉള്ള പോലെ അങ്ങോട്ട് അവതരിപ്പിച്ചാൽ മതി സമൂഹത്തിലേക്ക്. മക്കളിലൂടെ ആവർത്തിച്ച് പറയുന്നു, മക്കളിലൂടെ. ഭക്തർക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിൽ ചിട്ടപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിന് കൂടുതൽ സംഗീതോപകരണങ്ങളുടെ ഉപയോഗങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. സംഗീത ശബ്ദം, ഊർജം മനുഷ്യനെ ഏറെ സ്വാധീനിക്കും. തീർത്തും ശരിയാണ് ഈ പറഞ്ഞത്. കൂടാതെ സംസ്കൃത ഭാഷ സാർവത്രികമാക്കി ആക്കാനുള്ള നടപടി നമ്മുടെ ഇടയിൽ നിന്നും ഉണ്ടാക്കണം. സംസ്കൃത ഭാഷ ഇന്നത്തെ മൃതഭാഷ എന്ന അവസ്ഥയിൽ നിന്നും സംസാര ഭാഷ എന്ന നിലയിലേക്ക് മാറ്റിയെടുക്കേണ്ടിയിരിക്കുന്നു. വളരെ പ്രസക്തമായ വിഷയമാണിത്. സംസ്കൃത ഭാഷയുടെ പ്രസരണം ആവുന്നത് നമ്മളൊക്കെ ചെയ്യണം. നമ്മുടെ സകല ശാസ്ത്രങ്ങളും അവതരിപ്പിക്കപ്പെട്ട ഭാഷ സംസ്കൃതം. നമ്മളെ സംസ്കാര സമ്പന്നരാക്കുന്ന ഭാഷ സംസ്കൃതം എന്നല്ല, ലോകത്തിലുടനീളമുള്ള സകല ഭാഷകളുടെയും മാതൃസ്ഥാനീയയായ ഭാഷ സംസ്കൃതം. ഇതിനെല്ലാവരും പഠിക്കണം. മക്കളെ പഠിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം, നിർബന്ധം. ഏത് സ്കൂളിൽ ചേർക്കുകയാണെങ്കിലും. ഇതിപ്പോൾ അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടു വെച്ചാൽ, കുട്ടി ജനിച്ച ഉടനെ ഇംഗ്ലീഷ് പറയണം. ജനിച്ച ഉടനെ ആദ്യത്തെ കരച്ചിൽ തന്നെ ഇംഗ്ലീഷ് കരഞ്ഞാൽ അമ്മയ്ക്ക് സന്തോഷമാവും. അതെ തമാശ പറയാലോ. ഒരാൾ ചോദിച്ചു, തമാശ പറഞ്ഞാൽ വിചാരിക്കരുത്. ഒരാൾ ചോദിച്ചോടോ രാഘവ, എന്താ ഈ ഇംഗ്ലീഷ് പശു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. ഇതുണ്ടായ സംഭവമാണ് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്ന് ഇംഗ്ലീഷ് പശു ഗ്രാമത്തിൽ ആദ്യമായിട്ട് വരിക. അത് ദാമോദരേട്ടാ, അത് ഇംഗ്ലീഷ് കരയും. ഓ അതാ, എന്നാൽ പിന്നെ അതിനൊന്ന് കാണണമല്ലോ എന്നായി. അപ്പോൾ കുറേ ദൂരം ഒരാൾ വാങ്ങിയിട്ടുണ്ട്. ഈ പാവം നടന്നു പോയി. അപ്പോൾ അയാൾക്ക് ബോധിച്ചു, സംഗതി ശരിയാണ്. മറ്റേ സാധാരണ പശു കരയണ പോലെ അല്ല ഇത് കരയണത്. നീ പറഞ്ഞത് ശരിയാടോ പറഞ്ഞു. ഇത് കഥയിൽ ഉണ്ടായ സംഭവമാണ്. ഇതുപോലെ കുട്ടി കരയണത് ഇംഗ്ലീഷ് കരഞ്ഞാൽ അമ്മയ്ക്ക് സന്തോഷമാവും. പെറ്റ അമ്മ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ താങ്ക് യു എന്ന് പറയുന്ന സംസ്കാരമാണോ നമുക്കുണ്ടാക്കേണ്ടത്? പെറ്റ അമ്മ വെള്ളം കൊടുത്താൽ താങ്ക് യു പറയണോ? അത്രയാണ് നമ്മൾ അമ്മയുള്ള ഔപചാരിക ബന്ധം. ഇതേപോലെ പോയാൽ ഹായ് എന്നുള്ളതിലൊക്കെ തീരും. അമ്മയെ കണ്ടാൽ കുട്ടി പറയുന്നു ഹായ്, കുട്ടിയെ കണ്ടാൽ അമ്മ പറയുന്നു ഹായ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഹായ് ഹായ് ആവും, രണ്ടാവും, ഇരട്ടിപ്പ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നത്തെ കഥ പറയണ്ട. ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കണം കുട്ടികളെ. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പഠിപ്പിക്കണം. ഏത് മേഖലയിലും നമ്മുടെ മക്കൾ ഉയർന്നു വരണമെങ്കിൽ ഇംഗ്ലീഷ് നിർബന്ധമാണ്. പക്ഷേ ഏത് ഭാഷയിലാണോ നാം ചിന്തിക്കുന്നത് അത് ഓരോ പ്രദേശത്തിൻ്റെയും സവിശേഷതയാർന്ന് സ്വാഭാവികമായി ഈശ്വര നിശ്ചയമായി രൂപപ്പെട്ട ഭാഷയാണ്. അത് മാതൃഭാഷയാണ്. തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്, കേരളത്തിലാണെങ്കിൽ മലയാളം,
അങ്ങ് ഇറ്റലി പോയിട്ടാണെന്ന് വെച്ചാൽ ഇറ്റാലിയൻ. ഏത് നാട്ടിലത്തെ ഭാഷയാണോ സ്വാഭാവികമായ മാതൃഭാഷ, ആ മാതൃഭാഷയിൽ വേണം കുട്ടികൾ ആദ്യം പഠിക്കേണ്ടത്. അതിൽ വേണം ചിന്തിക്കേണ്ടത്. ചിന്തിക്കുന്ന ഭാഷ എന്നുള്ളത് മാതൃഭാഷയായിരിക്കണം, സംശയമില്ല. ഭാരതത്തെ സംബന്ധിച്ച് ഭാരതത്തിൻ്റെ അസ്മിതാബോധത്തെ വളർത്തുന്ന, ഭാരതത്തെ ഏകീകരിക്കുന്ന ഒരു ഭാഷയേ ഉള്ളൂ, അത് സംസ്കൃതമാണ്. അതുകൊണ്ട് മാതൃഭാഷയോടൊപ്പം സംസ്കൃതം പഠിക്കണം. നമ്മുടെ മക്കൾ ലോകത്തിൽ എവിടെ പോയാലും ഉയർന്നു വരണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം. ഇത് മൂന്നും നിർബന്ധമാണ്. മലയാളവും സംസ്കൃതവും ഇംഗ്ലീഷും നിർബന്ധമാണ്. ഇപ്പോൾ രാഷ്ട്രഭാഷ വേണ്ടേ? തീർച്ചയായിട്ടും ഹിന്ദി പഠിക്കണം. കുറച്ചൊന്ന് വലുതായിക്കോട്ടെ, ഒരു 4-ാം ക്ലാസ്സിലോ 5-ാം ക്ലാസ്സിലോ ഒക്കെ എത്തുമ്പോൾ ഹിന്ദി പഠിച്ചു തുടങ്ങട്ടെ. ശരിക്കും ഭാരതത്തിൻ്റെ മാതൃഭാഷ രാഷ്ട്രഭാഷയാവേണ്ടിയിരുന്നത് സംസ്കൃതമായിരുന്നു. എങ്കിൽ ദക്ഷിണ ഭാരതം ഉത്തരഭാരതം തുടങ്ങിയ കലഹങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. കാരണം നമ്മളെല്ലാം കൂട്ടിച്ചേർത്തിണക്കുന്നതാണ് സംസ്കൃതം. അവിടെയൊക്കെ സംഭവിച്ച അന്തർധാരകൾ ഗൗരവബുദ്ധിയോടുകൂടി പഠിക്കുക എന്ന് മാത്രം പറയുന്നു. ഏതായിരിക്കണം രാഷ്ട്രഭാഷ എന്നുള്ളതിനെക്കുറിച്ച് നടന്ന ചർച്ചകളും അതിൽ സംസ്കൃതമായിരിക്കണമെന്ന് ആദ്യകാലത്ത് വന്ന ആലോചനകളും പിന്നെ അതെങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള വിഷയങ്ങളൊക്കെ യുക്തിയുക്തം ചരിത്ര പഠനം ചെയ്ത് നമ്മൾ മനസ്സിലാക്കുക എന്ന് മാത്രം പറയുന്നു. ഒരുപാട് അന്തർധാരകൾ അവിടെയൊക്കെ സംഭവിച്ചു. അതുകൊണ്ട് ഇത് പറഞ്ഞത് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഇംഗ്ലീഷ് പഠിക്കേണ്ടെന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. ഇംഗ്ലീഷ് നല്ല ഭാഷയാണ്, പക്ഷേ ആദ്യം മാതൃഭാഷ. ഇംഗ്ലണ്ടിലുള്ളവർ ആദ്യം ഇംഗ്ലീഷ് പഠിക്കണം, അവിടുത്തെ മാതൃഭാഷ അതായതുകൊണ്ട്. അമേരിക്കക്കാരാദ്യം ഇംഗ്ലീഷ് പഠിക്കണം, പക്ഷേ അമേരിക്കക്കാർ ഒരിക്കലും ഇംഗ്ലണ്ടിലത്തെ ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നില്ല. അവരത് ഉയർന്ന തലത്തിലെത്തുമ്പോഴേ പഠിക്കുള്ളൂ. അവർ കോളേജ് തലത്തിലൊക്കെ എത്തുമ്പോൾ ഇംഗ്ലീഷ് അവർ പഠിക്കും അമേരിക്കക്കാർ. അതുവരെ അമേരിക്കൻ ഇംഗ്ലീഷേ അവർ പഠിക്കൂ. പറഞ്ഞാൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് സംസാരിക്കാം. അതാണ് അവരുടെ രാഷ്ട്രത്തോടുള്ള, അവരുടെ ഭാഷയോടുള്ള സ്നേഹം. നമ്മളോ ചിന്തിക്കുക. അതുകൊണ്ട് മാതൃഭാഷ മലയാളം, സംസ്കൃതം, ഇംഗ്ലീഷ് ഇവയുടെ പ്രാധാന്യം വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ നല്ലത്. നമുക്ക് മാതൃഭാഷ എത്രാം സ്ഥാനത്താ? എത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കണേ മാതൃഭാഷയ്ക്ക്? അറിയില്ല. നമ്പറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗെയിമാണ്. പ്രാധാന്യം എത്ര കൊടുക്കുന്നു എന്നുള്ളത് ചിന്തിക്കുക. നല്ലോണം ആലോചിച്ചാൽ തരക്കേടില്ല. ഇച്ഛാശക്തി നമ്മളിൽ വളരട്ടെ. ഇച്ഛാശക്തി വളർന്നാൽ അത് സങ്കല്പത്തെ ദൃഢമാക്കും, സങ്കല്പം കാര്യത്തെ ചെയ്യും. യാതൊരു സംശയവുമില്ല, സങ്കല്പത്തിൽ നിന്നാണ് കാര്യസാധ്യം. ഗൃഹസ്ഥന്മാർക്ക് വളരെ ആഴത്തിലുള്ള ഒരു പഠനം, സാമ്പ്രദായികമായി പടിപടിയായി മുന്നോട്ട് പോകാൻ വേദാന്തത്തെ ആധികാരികമായി പഠിക്കാൻ സാധ്യതയുണ്ടോ? നൈരന്തര്യത്തോടെ മുന്നേറാൻ ഏതാണോ ആത്യന്തികമായി നേടേണ്ടത് അത് നേടാൻ എന്താണ് വഴി? ഗൃഹസ്ഥന്മാർക്ക് തീർച്ചയായിട്ടും വേദാന്തത്തെ അതിൻ്റെ സമ്പ്രദായ ശുദ്ധിയോടുകൂടി പഠിക്കാം. തീർച്ചയായിട്ടും വേദാന്ത ശാസ്ത്രത്തിൽ ഏറെയും ശിഷ്യന്മാർ ഗൃഹസ്ഥന്മാരായിരുന്നു. വേദാന്ത ശാസ്ത്രത്തിൽ ഏറെയും ഗുരുനാഥന്മാർ ഗൃഹസ്ഥന്മാരായിരുന്നു. ഉപനിഷത്തുക്കൾ എടുത്തു നോക്കൂ, ഏറെയും ശിഷ്യന്മാരും ഗുരുനാഥന്മാരും ഗൃഹസ്ഥന്മാരായിരുന്നു. ഇപ്പം ഗൃഹസ്ഥന് പഠിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കാതെ സ്വാധ്യായത്തിന് ദിവസവും സമയം നീക്കി വയ്ക്കുക. ദിവസവും 24 മണിക്കൂറുള്ള ദിവസത്തിൽ ഒരു 24 മിനിറ്റെങ്കിലും ഇതിന് നീക്കി വയ്ക്കുക. അതുപോലെ സന്ദർഭം കിട്ടുമ്പോഴൊക്കെ ആചാര്യന്മാരിൽ നിന്ന് ശ്രവിക്കാൻ ലഭിക്കുന്ന സന്ദർഭങ്ങളെ ഉപയോഗിക്കുക. സംശയങ്ങളെ ചോദിച്ച് മനസ്സിലാക്കുക.
അങ്ങനെ ശാസ്ത്ര സ്വാധ്യായത്തിന്